വെൽക്കം ബാക്ക് ടു ടെക് ലെയർ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് 4th സെമിസ്റ്റർ ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നവർക്കായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ഫോർ ബിസിനസ് എന്ന് പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സബ്ജക്റ്റാണ്. അതിനോടൊപ്പം തന്നെ ഇതിൽ പ്രാക്ടിക്കൽസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യാമെന്നാണ്. പ്രാക്ടിക്കലി ഇവർക്ക് മൊത്തം 3 ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ 3 സോഫ്റ്റ്വെയർസാണ് പഠിക്കാനുള്ളത്. ഒന്ന് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള പവർ പോയിൻ്റാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റി യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു എക്സലാണ്. മൂന്നാമത്തേതാണ് പേജ് മേക്കർ. അപ്പോൾ ഈ ഒരു 3 സോഫ്റ്റ്വെയർസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഈ ഒരു നമുക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആകുമ്പോൾ ഒരു ഇത് കാണുമല്ലോ റെക്കോർഡ്. അപ്പം അതിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയാലോ. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡിൽ കിടക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതാണ് പ്രോബ്ലം നമ്പർ 9 ആണ്, അല്ലെങ്കിൽ പ്രോഗ്രാം നമ്പർ 9 ആണ് കിടക്കുന്നത്. ഓക്കെ, ഇത് ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന അതാണ്. സ്ലൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രസൻറ്റേഷൻ പവർ പോയിൻ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത് നമ്മുടെ എയിം എന്ന് വെച്ചാൽ എത്രയാണ്, പ്രിപ്പയർ എ സ്ലൈഡ് സ്മോൾ പ്രസൻറ്റേഷൻ ഹാവിങ് not less than 5 slides highlighting activities of the commerce association in your college. അപ്പം നമ്മുടെ കോളേജിലെ കൊമേഴ്സ് അസോസിയേഷൻ്റെ എന്തെങ്കിലും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന ആക്ടിവിറ്റീസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു മിനിമം ഒരു 5 സ്ലൈഡുള്ള ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയാണ് നമ്മുടെ എയിം എന്ന് പറയാം. അപ്പം ഈ എക്സാമിന് വരുന്നവരെന്താ മെയിൻലി നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പിന് അപ്പുറം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഔട്ട്പുട്ടിലാണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം, അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഈ ഒരു പേജിൽ തന്നെ 4 സ്റ്റെപ്പുണ്ട്. ഇപ്പോഴത്തെ പേജിൽ 2 സ്റ്റെപ്പാണ്, മൊത്തം 6 സ്റ്റെപ്പാണുള്ളത്. ഇത് നമുക്ക് വിതിൻ ഒരു 2-3 മിനിറ്റിനുള്ളിൽ സുഖമായിട്ട് ചെയ്ത് തീർക്കുന്ന ഒരു പ്രോബ്ലമാണിത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പവർ പോയിൻറ്റിൽ നിന്ന് എന്ത് വന്നാലും ആൻസർ ചെയ്യാവുന്ന അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു വിൻഡോസ് ബട്ടൺ പ്രസ് ചെയ്യുക, ദെൻ പവർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ വന്നു. അതിനുശേഷം ജസ്റ്റ് ആ ഒരു എൻ്റർ ബട്ടണും കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയി കിട്ടും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ടിങ് പവർ പോയിൻറ്റ് 2013 എന്തുകൊണ്ട് ഇപ്പം 2013 കഴിഞ്ഞിട്ട് 9 വർഷം 10 വർഷം ആകാറായി, 9 വർഷമായി, 10ാമത്തെ വർഷം ആകാറായി, എന്നിട്ടും അവരെന്തുകൊണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല? അതൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് വരാം. സ്റ്റാർട്ട് പ്രോഗ്രാം ഓഫീസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് വിൻഡോസ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ആ ഒരു പവർ പോയിൻറ്റിൻ്റെ ആ ഒരു പവർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല പവർഫുള്ളായിട്ട് ഇതാ ആപ്ലിക്കേഷൻ വന്ന് ഇപ്പോൾ ഉണ്ട്. അതിൽ എൻ്റർ ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും. അടുത്തതായിട്ടാണ് ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യാൻ. അപ്പം ഒരു പ്രൊസീജിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ടൊരു സ്ലൈഡ് ആഡ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കണം. അപ്പം ആ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷനെ ക്ലിക്ക് ചെയ്യുമ്പം ഇത് വന്നിട്ടുണ്ട്. ഇനി ഒരു പുതിയ ഒരു ലേഔട്ട് അല്ലെങ്കിൽ പുതിയൊരു ടാബ് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ കാണുന്ന ഒന്നെന്ന് കാണിച്ചേക്കുന്ന ഒരു ടാബ് പ്രസ് ചെയ്തിട്ട് എൻ്റർ ബട്ടൺ ഇല്ലേ നമ്മുടെ കീബോർഡിൽ, അതിൽ പ്രസ് ചെയ്യുക. എത്രത്തോളം പ്രസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിന് എണ്ണം കൂട്ടാൻ പറ്റും. ഇപ്പോൾ 5 സ്ലൈഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മിനിമം 5 എണ്ണമാണ് അവിടെ ക്രൈറ്റീരിയയിൽ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനകത്ത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, 5 സ്ലൈഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി എന്നാ പ്രൊസീജിയറിൽ പറഞ്ഞാൽ നോക്കാം. ആഡിങ് ടെക്സ്റ്റ് ടു സ്ലൈഡ്, ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. അപ്പം ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബോക്സിലൂടെയാണ്. അപ്പം ഇത് മെയിൻ സ്ലൈഡാണ്. അപ്പം ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു ടൈറ്റിലും അതിന് തൊട്ട് ഒരു സബ് ടൈറ്റിലും വരുന്നുണ്ട്. ഇതിൻ്റെ കാര്യം നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാ ആഡിങ് ടെക്സ്റ്റിൻ്റെ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ദി സ്ലൈഡ് ദാറ്റ് യു വാണ്ട് ടു ആഡ് ഇൻ ഓർഡർ ടു ഇൻസേർട്ട് എ ടൈറ്റിൽ. ക്ലിക്ക് ഇൻ ദ ടൈറ്റിൽ ബോക്സ്, ടൈപ്പ് ദി ടൈറ്റിൽ ഓഫ് ദി പ്രസൻറ്റേഷൻ. ഇൻ ഓർഡർ ടു ആഡ് എ സബ് ടൈറ്റിൽ ടു സ്ലൈഡ്, ക്ലിക്ക് ഓൺ ദി സബ് ടൈറ്റിൽ ബോക്സ് ആൻഡ് ടൈപ്പ് ദി മാറ്റർ.
അപ്പം അത് രണ്ടുമാണ് നമുക്കിവിടെ ഓൾറെഡി അവർ പ്രീസെറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു ആഡ് ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ട്രയൽ 1 എന്ന് കൊടുക്കുകയാണ്. സബ് ടൈറ്റിലായിട്ട് ജസ്റ്റ് ഫോർ ഫൺ എന്നും കൊടുക്കാം. ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ, ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ദെൻ ഇതാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പേജ് വന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് പേജ് നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ആവശ്യമുണ്ട്. ടെക്സ്റ്റ് ബോക്സ് എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ഫയൽ മുകളിൽ നോക്കുകയാണെങ്കിൽ ഫയൽ കാണാൻ പറ്റും, തൊട്ടിപ്പുറത്ത് ഹോം കാണാൻ പറ്റും. അതിനിപ്പുറത്ത് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കളർ ഇതുപോലെ മാറും. നിങ്ങൾ പിന്നെ മൗസ് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വലിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഫോം ആകും. അവിടെ നിങ്ങൾക്ക് എന്ത് വേണേലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ആ ഒരു പൊസിഷനിലായിരിക്കും വരുന്നത്. പിന്നീട് നിങ്ങൾക്കത് അവിടെ നിന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കൊണ്ട് നടക്കാമെന്നാണ്. ദെൻ അത് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു ലേ ഔട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റാനും പറ്റും. ലേ ഔട്ട് ചേഞ്ച് ചെയ്യാനുള്ള അവർ പറഞ്ഞിട്ടില്ല. ഉണ്ട്, ചൂസ് എ ന്യൂ സ്ലൈഡ് ലേ ഔട്ട് എന്ന് പറഞ്ഞ് ഈ ഒരു നമ്മുടെ സെക്കൻഡ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഹോം എന്ന് പറഞ്ഞ സൈഡിൽ വന്നിട്ട് ഇവിടെ ലേ ഔട്ട് കിടപ്പുണ്ട്. ആവശ്യമുള്ള ലേ ഔട്ട് ഏതാണെന്ന് വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യും. ഇവിടെ പിക്ചർ വിത്ത് ക്യാപ്ഷൻ ഉണ്ട്, കണ്ടൻറ്റ് വിത്ത് ക്യാപ്ഷൻ ഉണ്ട്, ബ്ലാങ്ക് ഉണ്ട്, ടൈറ്റിൽ ഓൺലി ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്, 2 കണ്ടൻറ് ഉണ്ട്, ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്, ടൈറ്റിൽ ആൻഡ് കണ്ടൻറ് ഉണ്ട്, സെക്ഷൻ ഹെഡർ ഉണ്ട്. അപ്പം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ വരെ പോയി സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു സ്ലൈഡിൻ്റെ അകത്ത് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഇത് മാറ്റാനുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊരു ലേ ഔട്ട് മാറ്റാനില്ല. അപ്പം ഇതിന് പുറത്തായിട്ടൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിവിടെ ലേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇഷ്ടമുള്ള ലേ ഔട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്നാണ്. ദെൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നു, സെക്കൻഡ് സ്റ്റെപ്പ് തീർന്നു, തേർഡ് സ്റ്റെപ്പ് തീർന്നു. 4th സ്റ്റെപ്പിലൂടെ നമ്മൾ പോവാണ്. അപ്ലൈയിങ് തീം എന്നാണ് നമ്മുടെ 4ാമത്തെ സെക്ഷൻ. അപ്പം സെലക്ട് തീം ബട്ടൺ അണ്ടർ തീം ഗ്രൂപ്പ്, ഡിസൈൻ ടാബ് ഫ്രം ദി റിബൺ ബൈ ക്ലിക്കിംഗ് ഓൺ മോർ ബട്ടൺസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് ഏത് തീമാണ് വേണ്ടത് അത് അപ്ലൈ ചെയ്യുക. അതിനായിട്ട് ഇവിടെ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഡിസൈൻ കാണാതെ നോക്കുക. ഫയലിൻ്റെ ഇപ്പുറം ഹോമിൻ്റെ ഇപ്പുറത്ത് ഇൻസേർട്ടിന് അപ്പുറം ഡിസൈൻ. അപ്പോൾ ആ ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ പ്രീസെറ്റുകൾ കിട്ടും. നിങ്ങൾ ആ ഒരു മൗസ് കൊണ്ട് ഏതെങ്കിലും ഒരു ഇതിന് മുകളിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിവ്യൂ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ വെച്ച് നോക്കി അപ്ലൈ ചെയ്യാതെ തന്നെ വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഇത് കുറച്ചും കൂടെ നല്ലതാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഈ ഒരു കളറാണ്. ഇത് പർപ്പിളാണോ നീലാണോ വയലറ്റാണോ അതിൽ എന്താണെങ്കിലും ഈ ഒരു കളറാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. അപ്പം ഞാൻ നേരത്തെ തൊട്ട് ഫസ്റ്റ് ടൈം തൊട്ട് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാൻ ഈ ഒരു ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും ഇത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ ഹെഡിങ് ഉണ്ട്, സബ് ടൈറ്റിലുണ്ട്, താഴെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്ത പേജിലോട്ട് പോകാം. ഇവിടെ ഇത്രേ ഉള്ളൂ. അടുത്ത പേജിലോട്ട് പോകുകയാണെങ്കിൽ ആനിമേഷൻ എഫക്റ്റ് നല്ലൊരു സംഭവമാണ്. ആനിമേഷൻ എഫക്റ്റ് എങ്ങനെ കൊടുക്കേണ്ടത് ഒന്ന് വായിച്ചു നോക്കട്ടെ. സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ഓർ ഒബ്ജക്റ്റ് ഓൺ വിച്ച് യു വാണ്ട് ടു അപ്ലൈ ആനിമേഷൻ എഫക്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. അറിയാം, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇത് വായിച്ചാണ്. ഇപ്പം ഈ ഒരു ട്രയൽ 1 എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിൽ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചോ ആനിമേഷൻ. അപ്പം ഈ ഒരു സംഭവം സെലക്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ അത് അപ്ലൈ ആകത്തുള്ളൂ. അപ്പം അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഈ മുകളിൽ വരുവാണെങ്കിൽ ഡിസൈൻ എടുത്തില്ല, നമ്മൾ ഈ ഒരു ഇതിൻ്റെ കളർ മാറ്റുന്ന, ഈ ഒരു ലേ ഔട്ട് മാറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ തീം മാറ്റുന്ന ആ ഒരു ഡിസൈന് തൊട്ടിപ്പുറത്ത് ട്രാൻസിഷൻ ഉണ്ട്. ട്രാൻസിഷന് തൊട്ടിപ്പുറത്ത് ആനിമേഷൻസ് ഉണ്ട്. ആനിമേഷൻസ് ക്ലിക്ക് ചെയ്യുക. എനിക്ക് എപ്പോഴും ഈ വീലെന്ന് പറഞ്ഞ സംഭവമാണ് ഇഷ്ടം.
വീലെടുക്കുമ്പം കണ്ടോ ഇങ്ങനെ വരും. ഷേപ്പും അതുപോലെ തന്നെയാണ്, നല്ലതാണ്. വീലും നല്ലതാണ്, വൈപ്പും നല്ലതാണ്, സ്ട്രിക്റ്റും നല്ലതാണ്, എല്ലാം നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വീല് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുവാണ്. നോക്കുമ്പം നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യുമ്പം കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ ആ സെലക്ട് ടെക്സ്റ്റ് മാത്രമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ദെൻ അത്രമാത്രമേ ഈ ഒരു ആനിമേഷൻ എഫക്റ്റ് കൊടുത്തിട്ടുള്ളൂ. 6-മത്തെയാണ് സേവിങ് എ പ്രസൻറ്റേഷൻ സേവ് ചെയ്യാൻ വരെ നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് കൂട്ടിയേക്കാണ്. സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് Ctrl+S അത്രേ ഉള്ളൂ. എവിടെയാണ് സേവ് വേണ്ടി അവിടെ സേവ് ചെയ്യാം. OneDrive എന്ന് വെച്ചാൽ അതൊരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്. മൈഹത്തിൻ്റെ ആ സിമ്പിളൊക്കെ കൊടുത്തിട്ടില്ലേ, അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ഷൻ വേണം. കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മുടെ ലോക്കൽ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവിലോട്ട് കയറുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കൊണ്ട് സേവ് ചെയ്യുകയാണ്. ട്രയൽ 1 എന്ന് പറഞ്ഞ് സേവ് ആയിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ്, ആ ഒരു റെക്കോർഡിനകത്ത് പറഞ്ഞ് അതേ സ്റ്റെപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ എടുത്തിട്ട് സേവ് അല്ലെങ്കിൽ സേവ് ആസ് ഏത് കൊടുത്താലും സേവിലോട്ടേ പോകത്തുള്ളൂ. ഓൾറെഡി നിങ്ങൾ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സേവ് ആവുകയാണെങ്കിൽ ആ നേരത്തെ സേവ് വെച്ചേക്കുന്ന ഒരു ഫയലിന് ഓൾഡർ ആകത്തേ ഉള്ളൂ. സേവ് ആസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്ത ഫയലിൽ നിന്ന് ഒന്നും കൂടി വേറൊരു ഫയലായിട്ട് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ടൈം സേവ് ചെയ്യുമെങ്കിൽ സേവ് എടുക്കുക, സെക്കൻഡ് ടൈം സേവ് ചെയ്യുന്നത് എനിക്ക് സേവ് ആസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ ഒരു പ്രിവ്യൂവും കൂടി കേൾക്കാം. പ്രിവ്യൂ നോക്കാൻ വേണ്ടിയിട്ട് F5 ആണ്. അപ്പോൾ F5 ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓരോ സ്ലൈഡും ഇതുപോലെ കാണിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ, ആനിമേഷൻ വരുമോ നോക്കി നിൽക്കാം. ആനിമേഷനൊന്നും വരുന്നില്ല. യെസ്, ഓക്കെ, ഇത് ആനിമേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ. ആ ഒരു സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് പോസ് ആയിപ്പോൾ സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്താൽ അത് റെസ്യൂം ആവും. അപ്പം ഇതിപ്പോൾ ഫുൾ സ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു സ്പേസ് ബാറിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആനിമേഷൻ വന്ന് ട്രയൽ. ഇനി അടുത്ത ആ ഒരു പ്രസൻറ്റേഷനിലോട്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ആരോ കീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ലൈഡ് ഷോ യൂസ് ചെയ്യാം. ആരോ കീ യൂസ് ചെയ്യുവാണെങ്കിൽ അടുത്ത നമ്മുടെ ഫയൽ ഈ ഹലോ എന്ന് പറഞ്ഞാണ് ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ആഡ് ചെയ്തത്. പിന്നെ തീംസ് പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹെഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സബ് ടൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, തീം സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ 5 സ്ലൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വെറും ട്രിക്കുകൾ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകൾ. നിങ്ങൾ ഇത് മാക്സിമം അട്രാക്റ്റീവ് ആക്കുന്ന നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ഇപ്പം ബോണസായിട്ടുള്ള ടിപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഇമേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളംസ്, റോസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഈ ഹോമിൽ തൊട്ടിപ്പെടുന്നിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് എന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് കയറ്റുന്ന സംഭവമല്ലേ. അപ്പം ഇൻസേർട്ട് ചെയ്യാനുള്ള ഏത് സാധനമാണെങ്കിലും ഇവിടെ കിട്ടും. ഇൻസേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂ സ്ലൈഡ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ സ്ലൈഡ് കിട്ടും, പുതിയ സ്ലൈഡ് ബാർ കിട്ടും. ടേബിൾ വേണമെങ്കിൽ ഇത് ഇവിടെ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കോളം വേണം, എത്ര റോ വേണം, ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് മാറുന്നത് കണ്ടു. എത്ര കോളംസ്, എത്ര റോസ്, അതെല്ലാം സെറ്റാണ്. ഇവിടെ പിക്ചേഴ്സ് ആഡ് ചെയ്യണോ, പിക്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ഡ്രൈവ് കിട്ടും. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്ക്, നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തേക്കുന്ന ആ ഒരു ഫോട്ടോസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൺലൈൻ പിക്ചേഴ്സ് വേണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ആഡ് ചെയ്യാം. ഫോട്ടോ ആൽബംസ് ആഡ് ചെയ്യാം. ഷേപ്സ്, സർക്കിൾ, സ്ക്വയർ, ഇത് കണ്ടോ, ഇതിൻ്റെ കുന്തോ, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അതെല്ലാം നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. സ്മാർട്ട് ചാർട്ട്, പൈ ഡയഗ്രാം, ചാർട്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈപ്പർ ലിങ്ക്, ആക്ഷൻസ്, ഇത് നിങ്ങൾക്ക് ആവശ്യം പറ്റില്ല. പിന്നെ അടിപൊളി സംഭവമാണ് കമൻറ്റ്. ഈ ഒരു കമൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കമൻറ്റ് പിൻഡായിട്ട് കിടക്കും. ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് ആ ഒരു സംഭവം ഇങ്ങനെ കമൻറ്റിൻ്റെ ഒരു സിമ്പിൾ അവിടെ കാണിക്കും. അത് ടച്ച് മാത്രമേ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു കമൻറ്റ് വെളിയിൽ വരത്തുള്ളൂ. കമൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻസൈഡിൽ തന്നെ കമൻറ്റാണ് കിടക്കുന്നത്. ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തതാണ്. അതിന് തൊട്ടിപ്പുറത്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് കിടപ്പുണ്ട്. അതിനിപ്പുറത്ത് വേർഡായിട്ട് ഡേറ്റ് ആൻഡ് ടൈം, സ്ലൈഡ് നമ്പർ, ഒബ്ജക്റ്റ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇൻസേർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫുള്ളും ഇൻസേർട്ട് ചെയ്യാനുള്ള കിടക്കുന്നത്.
ഡിസൈൻ എന്ന സ്ഥലത്താണ് നിങ്ങളുടെ തീംസ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇവിടെ നിന്ന് ചൂസ് ചെയ്തെടുക്കുക. ഇവിടുത്തെ ഒരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കണ്ടോ, കളറ് നിങ്ങൾക്ക് മാറ്റാം, ഫോണ്ട് മാറ്റാം, എഫക്ട്സ് മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ് മാറ്റാം. അങ്ങനെ ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ട്രാൻസിഷൻ ഉണ്ട്. അത് നമ്മൾ കണ്ടായിരുന്നു. എവിടെയാണ് നിങ്ങൾക്ക് ട്രാൻസിഷൻ കൊടുക്കേണ്ടത് അത് ആ ഭാഗത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവിടെ ട്രാൻസിഷൻ സെറ്റാക്കുക. പിന്നെ ആനിമേഷൻ നമ്മൾ കണ്ടു. ദെൻ സ്ലൈഡ് ഷോ. ഈ സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ, ഈ 3 സംഭവങ്ങൾ നമുക്ക് ഒത്തിരി അധികം വരത്തില്ല. പിന്നെ ഈ ഒരു നിങ്ങൾക്ക് വരുന്ന സംഭവമാണ് ഈ ഒരു ടൈപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു കണ്ടൻറ്റിലെ ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റുക, അണ്ടർലൈൻ വേണം കൊടുക്കുക, അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുക, ഇറ്റാലിക്സ്, ബോൾട്ട്, അണ്ടർലൈന് അങ്ങനെ സെറ്റ് ചെയ്യുക, ഫോൺ സൈസ്, ഫോൺ അലൈൻമെൻറ്റ്, പിന്നെ ഫോൺ ടൈപ്പ് ഏതാണ്. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് സെഞ്ച്വറി ഗോത്തിക്കാണ്. നോർമലി നിങ്ങൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുവാണെങ്കിൽ നല്ല ഫോണ്ട് ചെയ്യുക. കുറച്ച് പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സീരിയസ്ലി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ടൈംസ് ന്യൂ റോമൻ എന്ന് പറഞ്ഞ് ആ ഒരു ഫോണ്ട് ഇവിടെ കൊടുക്കുക. ഇത് കണ്ടോ, ഇതാണ് ആ ടൈംസ് ന്യൂ റോമൻ, അത് തന്നെ കൊടുക്കുക. ഫോൺ സൈസ് നോർമലി ഒരു കണ്ടൻറ്റിന് വരുന്ന സൈസ് 12 ആണ്. ഇവിടെ ഹെഡിങ്ങിൻ്റെ സൈസാണ് 54 കിടക്കുന്നത്, അതും പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് മാത്രം. എനിവേ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഓർക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓപ്പൺ ചെയ്യാൻ വേണ്ടി വിൻഡോസ് കീയെ പ്രസ് ചെയ്തിട്ട് സെർച്ച് ചെയ്തെടുക്കുക. സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ലൈഡ് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. സ്ലൈഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യുക അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ആ സെലക്ട് പോലത്തെ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് നമ്മൾ ഇവിടെ കണ്ട ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് ആഡ് ചെയ്യുക. പിന്നെ ആനിമേഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെലക്ട് പോയി ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫയൽ സേവ് ചെയ്യാൻ വേണ്ടി Ctrl+C ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രിവ്യൂ കാണിക്കാൻ വേണ്ടി F5, പ്രിവ്യൂ ഒന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്കേപ്പ്. ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ മനസ്സിലായെന്ന് ഓർക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ബാക്കിയുള്ളവർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.